എല്ലാവർക്കും നമസ്കാരം. ഗ്രോമാർട്ട് മാർക്കൻഡേൽ എന്ന നമ്മുടെ ഈ മഹത്തായ കമ്പനിയുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ ട്രെയിനിങ് സെക്ഷനിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഞാനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് ഗ്രോമാർട്ട് മാർക്കൻഡേൽ എന്ന മഹത്തായ കമ്പനി ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഇന്ന് ഹൈലി റിസൾട്ടബിൾ ആയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി നമ്മുടെ മുന്നിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ മേഡം പറഞ്ഞ പോലെ എല്ലാവരും നോട്ട്ബുക്കൊക്കെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഗ്രോമാർട്ടിൽ വളരെ സ്പീഡായിട്ട് വിജയിക്കാൻ പോകുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിക്കും ഇന്നത്തെ സെക്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ അറിവുകൾ പ്രധാനം തന്നെയാണ്. നമ്മുടെ ഈ കമ്പനിയിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ ഇന്ന് ഈ മീറ്റിംഗിൽ രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ തയ്യാറാവണം. പിന്നീട് ഈ സെക്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നുപോയാലും ആ എഴുതി വെച്ച കാര്യം ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സ്ക്രീനൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. യെസ്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ചാണ്. അതായത് ഡയബറ്റിക്സ് കെയർ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ, വരുതിക്ക് വരുത്താൻ പറ്റുന്ന രണ്ട് മഹത്തായ ഉൽപ്പന്നങ്ങൾ. അതൊന്ന് ഡയബറ്റിക് കെയർ ആണ്, രണ്ടാമത്തത് മേഘമുക്ത ചൂർണം. ഈ രണ്ട് ഉൽപ്പന്നത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആ പ്രൊഡക്റ്റിന്റെ പേര് ഡയബറ്റ് റിലീഫ് എന്നാണ്. ഡയബറ്റ് റിലീഫ്. ഈ ഡയബറ്റ് റിലീഫ് അതിന്റെ ഡീറ്റെയിൽസ്, ഇത് CMFR എന്നൊരു നമുക്കറിയാം. CMFRI അതായത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്ഥാപനം തന്നെയാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് ഈ സ്ഥാപനം. ഇതിന്റെ ആസ്ഥാനം വന്നിട്ട് കൊച്ചിയിലാണ്. നമ്മുടെ ആ സ്ക്രീനിൽ കാണുന്ന വലിയൊരു ബിൽഡിംഗ്, വലിയൊരു സ്ഥാപനം, അത് കൊച്ചിയിൽ നമ്മളുടെ ഹൈക്കോർട്ടിനടുത്ത് മറൈൻ ഡ്രൈവ് ആ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1947 തന്നെ ഈ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ നിലവിൽ വന്നു. 1947 എപ്പോഴൊന്നല്ല. ഓക്കെ, കൊച്ചി ആസ്ഥാനമായിട്ടാണ് വന്നത് CMFRI. വിശാഖപട്ടണം, മംഗലാപുരം, വിഴിഞ്ഞം ഇവിടെയൊക്കെ കമ്പനിക്ക് പ്രാദേശിക കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ രാജ്യത്തുടനീളം റീജിയണൽ സ്റ്റേഷനുകളും അതുപോലെ തന്നെ ഫീൽഡ് സെന്ററൊക്കെ ഉള്ള ഒരു വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ CMFRI. നമുക്ക് സന്തോഷം വന്ന കാര്യം, ഇതിന്റെ ആസ്ഥാനം വരുന്നത് ഓൾ ഇന്ത്യയിൽ, ഇന്ത്യയിലെ എല്ലാ കടലോര പ്രദേശങ്ങളിലും ഇതിന്റെ സെന്ററുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിന്റെ ആസ്ഥാനം വരുന്നത് നമ്മുടെ കൊച്ചിയിലാണ്, നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സന്തോഷം കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഇനി നമുക്ക് ഈ CMFRIയില് ഫിഷ്, അതായത് കടൽ വിഭവങ്ങളിൽ നിന്നും ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട്. കടൽ വിഭവങ്ങളിൽ നിന്നും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ.
അപ്പോൾ അത് മത്സ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, നോണായിട്ട് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് കടൽ പായലുകൾ എന്നൊക്കെ വരുന്നുണ്ട്. അതിൽ നിരവധി ഉൽപ്പന്നങ്ങൾ ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡയബറ്റ് റിലീഫ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൂപ്പർ ഫുഡാണ്. ഓക്കെ, ഇത് എടുത്തിരിക്കുന്നത് ആന്റി ഡയബറ്റിക് എക്സ്ട്രാക്ട് എന്നൊരു സെക്ഷൻ ഉണ്ട്, ADE എന്ന് പറയും, ആന്റി ഡയബറ്റിക് എക്സ്ട്രാക്ട്. ഇത് കടൽ പായലുകളാണ്. കടൽ തട്ടിലുള്ള നിരവധി പായലുകളുണ്ട്. അതിൽ ഒരു സെക്ഷനാണ് ആന്റി ഡയബറ്റിക് എക്സ്ട്രാക്ട്. ഓക്കെ, ADE എന്ന് പറയും. ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നോക്കൂ, കടൽ മീൻ എന്നൊരു സെക്ഷനിലാണ് ഇത് വരുന്നത്. ആന്റി ഡയബറ്റിക് എക്സ്ട്രാക്ട് ADE, ഇത് കടൽ സീവീഡ്സ് അല്ലാതെ മറൈൻ സീവീഡ് എന്ന് പറയും, അതായത് കടൽ പായലുകൾ. ആ താഴത്ത് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, കടൽ മീൻ ആന്റി ഡയബറ്റിക് എക്സ്ട്രാക്ട്, എ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ഡെവലപ്ഡ് ഫ്രം സീവീഡ്സ്. കടൽ പായലുകളിൽ നിർമ്മിച്ചിട്ടുള്ളത് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് ടൈപ്പ് 2 ഡയബറ്റ്സ്. ടൈപ്പ് 2 ഡയബറ്റ്സിനാണ് ഈ പ്രോഡക്റ്റ്. റിലീസ്ഡ് ബൈ ദ ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ രാധാ മോഹൻ സിംഗ്. അഗ്രികൾച്ചറിന്റെ മിനിസ്റ്റർ മന്ത്രിയായിരുന്നു. അത് ഏതാ 2015 ജൂലൈ 26 ആണ് നമ്മുടെ പ്രോഡക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പോ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ കൊച്ചി ആസ്ഥാനമായി CMFRയിൽ. അതിന്റെ ആ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. 2015 നമ്മുടെ ഈ ഡയബറ്റിക് റിലീഫ് എന്ന പ്രൊഡക്റ്റ് നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. ഇന്ന് ലക്ഷം ആൾക്കാർ കഴിച്ച് റിസൾട്ട് എടുത്തിട്ടുള്ള ഒരു ഹൈലി റിസൾട്ടബിൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഷുഗറിന് നമ്മുടെ ഗ്രോമാർട്ട് കമ്പനി നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നിസ്സാര പ്രൊഡക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചിത്രമടക്കം കാണിക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ച ഗ്രോമാർട്ടിനോട് നമുക്ക് നന്ദി പറയാം. കാരണം ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്, ഹൈലി റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് ഗ്രോമാർട്ടിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ അതിന്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്രമേഹം, അതായത് ടൈപ്പ് 2 ഡയബറ്റിസിനുള്ളതാന്ന് പറഞ്ഞു. എന്താണ് പ്രമേഹം എന്ന് നമുക്ക് നോക്കണ്ടേ? എന്താണ് ഷുഗർ അല്ലെ? എല്ലാവരും ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു തലക്കൊക്കെ അറിയാം. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ള ആൾക്കാര്, പ്രമേഹമുള്ള ആൾക്കാര് സത്യം പറഞ്ഞാൽ കേരളത്തിലാണെന്നാ പറയുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ള ആൾക്കാർ ഉള്ളത്. ഓക്കെ, ഇനി 2030 ആകുമ്പോഴേക്കും 4 വ്യക്തികളിൽ ഒരാൾക്ക് ഷുഗർ വരുന്ന പറയുന്നത്. അങ്ങനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ വരുന്നത്. ഇപ്പോൾ തന്നെ ഒരു പ്രമേഹമില്ലാത്ത വീടുകളില്ല എന്ന് പറയല്ലേ. ഏതെങ്കിലും ഒരു ആൾക്കാർ ഒരു വീട്ടിൽ വന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അവസ്ഥയിൽ നമുക്ക് ഇനി വരാത്ത ആൾക്കാർ നിരവധി ഉണ്ട് കേട്ടോ. അപ്പൊ അത് പ്രമേഹം എന്താണെന്നും അതിന്റെ ഒരു മുൻകരുതലുകളൊക്കെ എടുത്ത് ഇരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഷുഗർ അതിന്റെ എന്താ പറയാ ഭയാനകമായിട്ടൊരു സംഭവമാണ്. എന്നാലും ഒരു നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റിസ്. ഇതുണ്ടാവുന്നത് ഞാൻ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. അതായത് ആ ചിത്രത്തിൽ കാണുന്നത് ഒന്ന് ലിവറാണ്, ആ വലുത് കാണുന്നത് ലിവറാണ്. ആ ലിവറിന്റെ തൊട്ട് താഴെ കണ്ടില്ലേ ആ ഒരു യു ഷേപ്പിൽ ഇരിക്കുന്നത്, അത് ആമാശയമാണ്. ആമാശയം ഇതൊക്കെ നമ്മുടെ വയറിനകത്തുള്ള പ്രക്രിയകളാണ്. ആമാശയത്തിനോട് തൊട്ടിരിക്കുന്ന ആ നീളത്തിൽ കാണുന്ന മഞ്ഞ കളറിൽ അതാണ് പാൻക്രിയാസ്. ഓക്കെ, ഇതൊക്കെ പറയാൻ കാരണം പ്രമേഹത്തിനെ കുറിച്ചുള്ള ഒരു സെക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാൻക്രിയാസ് നമുക്ക് ഇൻസുലിൻ തരുന്നു, അറിയാലോ, ഇൻസുലിൻ തരുന്നു. ഇൻസുലിൻ തരുന്ന ഒരു സെക്ഷൻ, അതായത് പാൻക്രിയാസിൽ 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് എക്സോക്രൈൻ, 2 എൻഡോക്രൈൻ. ഇതില് ഒരു സെക്ഷൻ ദഹനരസം തരുന്നതാണ്, അത് ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സോക്രൈൻ. എൻഡോക്രൈൻ നമുക്ക് തരുന്നത് ഇൻസുലിൻ ആണ്. ഇത് എന്തിനാണ് ഇൻസുലിൻ? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വായിൽ ചവച്ചരച്ച് അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തുന്നുണ്ട്.
ആ ആമാശയത്തിൽ വെച്ചിട്ട് ആ ഭക്ഷണം ദഹിച്ച് അത് ചെറുകുടലിലേക്ക് എത്തി ചെറുകുടലിലെ വില്ലീസിലൂടെ അത് ബ്ലഡിലെത്തുന്നു. ആ ആ ഭക്ഷണം അത് ഗ്ലൂക്കോസ്, അതിന്റെ സത്ത് മാത്രം കേട്ടോ, ഭക്ഷണം സത്ത് മാത്രം, അത് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ എല്ലാ കോശങ്ങളിലേക്ക് എത്തണം. നമുക്കറിയാം കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓരോ അവയവവും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കോശങ്ങളുടെ ഫുഡാണ് ഈ ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് വലിച്ചെടുക്കണമെങ്കിൽ ഇൻസുലിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ ആ ഇൻസുലിൻ തരുന്ന അവയവമാണ് നമ്മുടെ പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസിലെ ഇൻസുലിനും ഗ്ലൂക്കോസും ഒരുമിച്ച് ബ്ലഡിലൂടെ പോയി കോശങ്ങളിലേക്ക് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ കോശങ്ങൾ ശക്തരാകുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ആ കോശ സമൂഹം, കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ് ലിവർ കിഡ്നിക്ക് നിർമ്മിച്ചിട്ടുള്ളത്, ആ അവയവങ്ങളൊക്കെ സ്ട്രോങ് ആവും, നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കും. ഇതാണ് സിസ്റ്റം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാൻക്രിയാസിന് കാലക്രമേണ ഇൻസുലിന്റെ പവർ കുറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇൻസുലിൻ നിർമ്മിക്കുന്നുണ്ട്, അതിന്റെ പവർ കുറഞ്ഞു വരുമ്പോൾ ഈ ഇൻസുലിൻ ബ്ലഡിൽ കുറവാണെങ്കിൽ ഗ്ലൂക്കോസ് കോശങ്ങൾ വലിച്ചെടുക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് ബ്ലഡിലൂടെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രമേഹം എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ആ ചിത്രത്തിൽ കാണുന്ന പോലെ കണ്ടില്ലേ, ബ്ലഡിലേക്ക് ഗ്രീൻ കളർ നമ്മൾ ഗ്ലൂക്കോസ് ആണ്, മറ്റേ ബ്ലൂ കളറ് ഗ്ലൂക്കോസും താഴെ പാൻക്രിയാസുമായ ഗ്രീൻ കളർ അതാണ് ഇൻസുലിൻ. ഇത് രണ്ടും ബ്ലഡിലൂടെ പോകണം. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ അത് പ്ലേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ നീളം കാണാൻ കുഴലില്ല, അത് അന്നനാളം ഇസോഫാഗസ് എന്ന് പറയും, അത് നേരെ വന്ന് ആമാശയത്തിലേക്ക് പതിക്കുകയാണ്. ആമാശയത്തിൽ വെച്ച് അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ദ്രവിച്ച് അത് ഗ്ലൂക്കോസ്, ആ ജീരയില്ല ഗ്ലൂക്കോസ് ആണ് നേരെ ചെറുകുടലിൽ എത്തി. ചെറുകുടലിൽ നിന്നും കണ്ടില്ലേ, അത് ഈ കാണുന്നത് നമ്മുടെ ഞരമ്പുകളാണ്. ആ ഞരമ്പിലൂടെ ബ്ലഡ് ഒഴുകുന്ന പോലെ സിസ്റ്റം. അതിന് താഴെ കാണില്ലേ ലിവർ, മസില്, ടിഷ്യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതിലേക്കൊക്കെ കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് എത്തണം. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് മാത്രമാകുമ്പോൾ അത് ഒബ്സർവ് ചെയ്യുന്നില്ല. നമ്മുടെ സെൽ മെമ്പറൈൻ, കോശങ്ങൾക്ക് ഒരു ഒരു കവറിങ് ഉണ്ടല്ലോ, അതിൽ കുറെ സുഷിരങ്ങൾ ഉണ്ട്. ആ സുഷിരങ്ങൾ ഓപ്പൺ ചെയ്ത് ഈ ഗ്ലൂക്കോസ് കോശത്തിന്റെ ഉള്ളിലേക്ക് ന്യൂക്ലിയസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇൻസുലിൻ വേണം. അപ്പൊ ആ ബ്ലഡിലൂടെ പോകുന്നില്ല, ഈ രീതിയാണില്ല, അത് ഇൻസുലിൻ ആണ് കേട്ടോ. ആ ഇൻസുലിൻ നേരെ നമ്മുടെ ഓർഗൻസിലേക്കൊക്കെ ചെല്ലണം. ഓർഗൻസിലെ ഓരോ കോശങ്ങളിലേക്കും നമ്മുടെ ഗ്ലൂക്കോസിനെ കടത്തി വിടണം. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. ആ ചിത്രത്തിലൂടെ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നോക്കൂ, അപ്പൊ ഒരു കോശത്തിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് കേട്ടോ, താഴെ. അപ്പൊ കോശത്തിലേക്ക് ഈ ഫുഡ് ചെല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ആ ജി എന്നുള്ളത് തുറന്നു കൊടുക്കാനുള്ള കീ ആണ് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ സെൽ മെംബ്രെയിനിൽ ഹോളുകൾ ഓപ്പൺ ചെയ്യുന്നു, ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് വരുന്ന എനർജി കിട്ടുന്നു. അങ്ങനെ നമ്മൾ എനർജറ്റിക് ആവുന്നു. ഇതാണ് ഒരു സിസ്റ്റം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ സിസ്റ്റത്തിലൂടെയാണ് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്യുന്നതും അത് ഗ്ലൂക്കോസുമായിട്ട് ലയിച്ച് ബ്ലഡിലൂടെ എല്ലാ കോശങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ കോശങ്ങൾ അങ്ങനെ ശക്തരായി മാറുന്നു. എല്ലാ കോശങ്ങളും നല്ല ഫുഡ് കിട്ടുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. കോശ സമൂഹം ഒരുമിച്ച് ന്യൂറോൺ അതായത് ബ്രെയിനിന്റെ ഫംഗ്ഷനിലൂടെ ആ കോശങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ ടിഷ്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കോശങ്ങളിലേക്ക് എല്ലാ ഗ്ലൂക്കോസും എത്തണമെങ്കിൽ ഇൻസുലിന്റെ സപ്പോർട്ട് കിട്ടിയേ തീരൂ. ആ ഇൻസുലിൻ നിർമ്മിക്കുന്ന പാൻക്രിയാസിന് കംപ്ലൈന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ പാൻക്രിയാസിന് ഒരു സെക്ഷൻ ഉണ്ട്, ഐലറ്റ്സ് ഓർ ലാംഗർഹാൻസ് പറഞ്ഞ ഒരു കോശ സമൂഹമുണ്ട്. ഈ കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ തരുന്ന, നേരത്തെ പറഞ്ഞു. ആ ഇൻസുലിന് കംപ്ലൈന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമുക്ക് ഈ ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്യുന്ന പവർ കുറയുമ്പോൾ നമുക്ക് അത് ബ്ലഡിലേക്ക് ആ ഇൻസുലിൻ പവർ കുറഞ്ഞു വരുന്നു, ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന അവസ്ഥ വരുന്നു. ഈ ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഇനിയിപ്പോ പ്രമേഹം പല ആൾക്കാർക്കും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി വരികയാണെങ്കിൽ കുറച്ച് സിംറ്റംസ് കാണിക്കും.
കുറച്ച് സിംറ്റംസ് കാണിക്കും. അത് ആ ചിത്രത്തിൽ കാണിക്കില്ല. ഒന്ന്, ഫ്രീക്വന്റ് യൂറിനേഷൻ എഴുതിയിട്ടുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും ഷുഗർ വന്ന ആൾക്കാർക്ക്. നമുക്കിപ്പോ ഷുഗർ ഇപ്പൊ എപ്പോഴാണ് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആരും ചോദിച്ചാൽ എനിക്ക് ഷുഗർ ഒന്നും ഇല്ല എന്ന് പറയും ആൾക്കാർ. പക്ഷെ ഒരു സുപ്രാത്തിലാണ് വരുന്നത്. വരുമ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അന്ന് ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ്. രണ്ട്, ഓൾവേസ് തേഴ്സ്റ്റി, എപ്പോഴും ദാഹമാണ്. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശരീരത്തിലെ മറ്റേ ജലാംശം കുറയുകയാണ്, ഡീഹൈഡ്രേഷൻ വരും. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നും. പിന്നെ വരുന്നതോ എക്സ്ട്രീം ഫാറ്റിക്, ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ വരണ്ട തൊണ്ട, അതുപോലെ തന്നെ എപ്പോഴും വിശപ്പ് വന്നു. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിലെ സത്ത്, ഗ്ലൂക്കോസ് ഒന്നും ശരീരത്തിലേക്ക് ലഭിക്കും, കോശങ്ങളിലേക്ക് എത്തുന്നില്ല. അതെല്ലാം മറ്റേ ബ്ലഡിലൂടെ അത് ഒഴുകിപ്പോയി അവസാനം കിഡ്നി അത് യൂറിയ ആക്കിയിട്ട് യൂറിനിലൂടെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിന് വേണ്ട എനർജി ലഭിക്കുന്നില്ല. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ വരുന്നു. അതുപോലെ തന്നെ കണ്ണിനൊക്കെ ഒരു കാഴ്ച മങ്ങൽ പോലെ തോന്നും. കണ്ണിനൊക്കെ ഞരമ്പിലൊക്കെ ഈ കട്ടി കൂടുമ്പോൾ കണ്ണിലാണല്ലോ ഏറ്റവും, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഞരമ്പുകൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണിലാണ്. ഓക്കെ, അപ്പൊ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയി വരുമ്പോൾ കണ്ണിനൊരു ബ്ലറൊക്കെ വരുന്ന രീതി. അതുപോലെ തന്നെ സ്കിന്നൊക്കെ, നമ്മുടെ ചർമ്മമൊക്കെ ഡ്രൈ ആയിട്ട് വരുന്നു, ചൊറിച്ചിൽ വരുമ്പോൾ ഒക്കെ ഡ്രൈ ആയിട്ട് വരുന്ന രീതിയിൽ. അതുപോലെ നമ്പനസ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സിംറ്റംസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് വെച്ചിരിക്കരുത്, ബ്ലഡ് ഡോക്ടറെ കാണണം. നിങ്ങളുടെ ആ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി പ്രശ്നങ്ങൾ. നമ്മൾ വിചാരിക്കും പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കുക അല്ലെ അങ്ങനെ ഇങ്ങനെയെന്ന് വിചാരിക്കും. പക്ഷെ ഇത് അധികമായി കഴിഞ്ഞാൽ, ഇപ്പൊ പ്രമേഹം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ, ഇൻസുലിന്റെ പവർ കുറയുന്ന ഒരു അവസ്ഥ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പാൻക്രിയാസിൽ അതിന്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ പ്രകാരം മറ്റുള്ള അവയവങ്ങളിൽ കൂടി നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രമേഹം വരുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഐ ഡിസീസ്, കണ്ണിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും, കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന പ്രശ്നങ്ങളും അങ്ങനെ കുറെ പ്രശ്നം, ഡ്രൈനെസ് വരുന്നത്, കുറെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ണിന് വരും. അതുപോലെ രണ്ടാമത് പറയുന്നത് നമുക്ക് കിഡ്നിയെ ബാധിക്കുന്നത്, കിഡ്നിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. ക്രിയാറ്റിൻ ഒക്കെ ഒരു സമയത്തൊക്കെ കൂടാൻ അല്ലെങ്കിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഡയബറ്റിക് ഫുഡ് പറഞ്ഞാൽ ഈ ഒരു ഷുഗറൊക്കെ നന്നായി വന്നു കഴിഞ്ഞാൽ കാലിന്റെ അടിഭാഗം, പ്രത്യേകം കാൽപാദമൊക്കെ ഭയങ്കര തരിപ്പ് വരും, ചുട്ടുപൊകയുന്നൊരു അവസ്ഥ അല്ലെ, ചുളിചുള കുത്തുന്ന ഒരു അവസ്ഥ ഒക്കെ വരും. കാരണം ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാതെ വരും. നമ്മുടെ ഞരമ്പിന്റെ, അവിടെ എഴുതിയിട്ടുണ്ട് നെർവ് ഡിസീസ് എന്ന് റൈറ്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഞരമ്പിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് പ്രശ്നം വരും, ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആകാതെ വരും, രക്തചംക്രമണം സ്ലോ ആവും. ആ സമയത്ത് കാലിന്റെ അറ്റത്തേക്കൊന്നും ബ്ലഡ് എത്താത്ത അവസ്ഥ വരും. നമുക്കറിയാം ഹൃദയത്തിന്റെ എത്രയോ അറ്റത്താണ് നമ്മുടെ കാൽപാദമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്രയും ഭാഗത്തേക്ക് പമ്പ് ചെയ്തെത്തിക്കാൻ ഹൃദയത്തിന് ബുദ്ധിമുട്ട് വരും, കാരണം ബ്ലഡില് ഗ്ലൂക്കോസ് ലെവൽ അധികമായി കഴിഞ്ഞാൽ. ആ സമയത്ത് കാലില് ചുട്ടുപൊകച്ചിലും ഈറ്റൊക്കെ വരും, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് എത്തുന്നില്ല. ഒരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഈ ബ്ലഡിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ടില്ല, ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ബ്ലഡിലൂടെയാണ് ഈ നമ്മുടെ WBC എന്ന് പറയില്ല, വൈറ്റ് ബ്ലഡ് സെൽ, രോഗപ്രതിരോധ ശേഷിയുള്ള വെളുത്ത രക്താണുക്കൾ എന്ന് പറയില്ല, അവരൊക്കെ എത്തവിടെ. കാരണം ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവിലൂടെ ഉള്ളിലേക്ക് അണുക്കൾ കയറും. ആ അണുക്കൾ കയറുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയാൻ അവിടെ പ്രതിരോധ ശേഷി വേണം. പ്രതിരോധ ശേഷി തരുന്നത് നമ്മളുടെ ഈ പറഞ്ഞ WBC, അത് ബ്ലഡിലൂടെ ചെല്ലുന്നില്ല. ആ സമയത്ത് മുറിവിലൂടെ കണ്ടമാനം രോഗാണുക്കൾ ഉള്ളിൽ കയറി അവിടെ പ്രശ്നമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ മുറിവ് പഴുക്കും. ഉണക്കണമെങ്കിൽ അതിന്റെ ആന്റിബോഡീസ് ചെന്ന് നമ്മുടെ പ്രതിരോധ സിസ്റ്റം അവിടെ പ്രവർത്തിക്കണം. അതിന് എത്താൻ ബ്ലഡിൽ കറക്റ്റായിട്ട് ബ്ലഡിലൂടെ എത്താൻ പറ്റും, ബ്ലഡ് ഫ്ലോ കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് അവിടെ മുറിവ് പഴുക്കും. അത് പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ആ മുറിവ് പഴുത്തു കഴിഞ്ഞാലോ പിന്നെ അത് ഉള്ളിലേക്ക് കയറി വന്നാൽ പ്രശ്നം സീരിയസ് ആവും. കാരണം പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ അത് ഉള്ളിലേക്ക് അണുക്കൾ കയറി വരും. അതാണ് ഡോക്ടർമാരെ കാണുമ്പോൾ അവിടെ പറയുന്നത് അവിടെ കട്ട് ചെയ്താണ്, വിരൽ കട്ട് ചെയ്ത് കളയി അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ആ കട്ട് ചെയ്ത ഭാഗം കളഞ്ഞാൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ അവർക്ക് ബ്ലഡ് പോണില്ല അവിടേക്ക്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
മറ്റുള്ള ഭാഗങ്ങളിലേക്കും അത് പകരുകയാണ്. അങ്ങനെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാലിനൊക്കെ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് വരുന്നത് കണ്ടില്ലേ, മറ്റേ ഹാർട്ടിന് ഡാമേജ് വരും. ഹാർട്ട്, കാരണം ബ്ലഡിന്റെ ഫ്ലോ കറക്റ്റ് അല്ലെങ്കിൽ ഹൃദയത്തിൽ ബ്ലോക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രമേഹം ബാധിച്ച ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അത് കാണുന്നത്. അപ്പൊ അത് വലിയൊരു ഡേഞ്ചറസ് പ്രശ്നം തന്നെയാണ് അല്ലെ. ഹൃദയത്തിൽ ബ്ലോക്ക് വരുന്നു, സ്ട്രോക്ക് വരുന്നു, ഇങ്ങനെയുള്ള. അപ്പൊ സത്യം പറഞ്ഞ ഒരു സൈലന്റ് കില്ലറാണ് നമ്മുടെ പ്രമേഹം എന്ന് പറഞ്ഞ വില്ലൻ. സൈലന്റ് കില്ലറാണ് ശരിക്കും. നമ്മൾ വിചാരിക്കുക പ്രമേഹം വരുന്നുണ്ട് കുഴപ്പമില്ല, നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അത് കൺട്രോളിൽ വരുത്തിയില്ലെങ്കിൽ കാലക്രമേണ നമ്മുടെ മറ്റുള്ള എല്ലാ അവയവങ്ങളിലേക്കും അത് ബാധിച്ച് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഷുഗർ വന്ന് ആരും മരിച്ചു എന്നൊന്നും കേൾക്കില്ല, പക്ഷെ ഷുഗർ വന്ന് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് പ്രശ്നങ്ങൾ. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. എത്ര പോയിസണോ അത് വൃത്തിയാക്കി തരുന്നത് ലിവറും കിഡ്നിയും ഒക്കെയാണല്ലേ, ഹൃദയക്കാണ് ശുദ്ധീകരിച്ച് തരുന്നത്, പ്രത്യേകിച്ചും കിഡ്നി. അപ്പൊ കിഡ്നി ഈ പറയുന്ന വേസ്റ്റ് കംപ്ലീറ്റ് ശുദ്ധീകരിച്ച് കളയണം. ഒപ്പം തന്നെ മരുന്നുകളൊക്കെ നമ്മളിപ്പോ കുറെ മരുന്നുകളുണ്ടല്ലേ, നമുക്ക് ഷുഗറിനുള്ള മരുന്നുകൾ കുറെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ബ്ലഡിൽ ചെന്ന് അത് കിഡ്നിയിൽ ലോഡ് കൂടി കിഡ്നിക്കകത്ത് നെഫ്രോൺസ് ആണ്, അരിപ്പകളാണ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുന്നത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്കകത്തുള്ള ഈ അരിപ്പകളെ സംരക്ഷിക്കണം. അത് ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റും എല്ലാം കൂടി ചെന്ന് ഈ അരിപ്പകൾക്ക് കേടുപാട് സംഭവിക്കും. അങ്ങനെ ആകുമ്പോൾ എന്തായി, ബ്ലഡ് ശുദ്ധീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിഡ്നി വരും. കിഡ്നിയുടെ അപ്പൊ നമുക്ക് ക്രിയാറ്റിൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ക്രിയാറ്റിൻ കൂടി വരുന്ന ഒരു അവസ്ഥ. ക്രിയാറ്റിൻ കൂടി വന്നാലോ ഒരു 6 7 ഒക്കെ എത്തുമ്പോൾ കിഡ്നിക്ക് 85% കിഡ്നി നശിച്ചു പോകുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഡയാലിസിസ് പറഞ്ഞാൽ കിഡ്നി ചെയ്യേണ്ട പണി വേറൊരു മെഷീൻ ചെയ്യുകയാണ്, രക്തം ശുദ്ധീകരിക്കുന്നത്. അപ്പൊ കിഡ്നി ചെയ്യുമ്പോൾ എന്തായി, അതിലെ വേസ്റ്റ് മാത്രമേ അരിച്ചു കളയുന്നുള്ളൂ, നല്ലതൊക്കെ ആ ബ്ലഡിൽ തന്നെ ഉണ്ടാവും. പക്ഷെ മറ്റൊരു മെഷീൻ ചെയ്യുമ്പോഴോ എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും അരിച്ചു കളഞ്ഞിട്ടുണ്ടാവും, പിന്നെ ബ്ലഡിൽ നല്ല പോഷകങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡേഞ്ചർ സിറ്റുവേഷനിലൊക്കെ എത്തിക്കുന്ന മെയിൻ വില്ലനാണ് നമ്മുടെ പ്രമേഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് പറ്റിയ, അപ്പൊ അതിന് നമുക്ക് തടയിടാൻ പറ്റണം. അതിനാണ് നമ്മളുടെ ഗ്രോമാർട്ട് കമ്പനി ഒരു അമൂല്യ നിധി നമുക്ക് തന്നിട്ടുള്ളത്, ഒരു സൂപ്പർ പ്രോഡക്റ്റ്. അതാണ് ഡയബറ്റ് റിലീഫ്. നമ്മുടെ CMFRയുടെ പ്രൊഡക്റ്റ് കമ്പനി ടൈപ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മളെ ഗ്രോമാർട്ട് കമ്പനി മാത്രമല്ലോ കഴിയുന്നില്ല, ലക്ഷം ആൾക്കാർ കഴിക്കുന്ന റിസൾട്ട് എടുക്കുന്ന പ്രൊഡക്റ്റ് ഹൈ ക്വാളിറ്റിയിൽ നമ്മുടെ കമ്പനി അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ കയ്യിൽ എത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ എഴുതി കണ്ടില്ലേ, ഇത് ടൈപ്പ് 2 പ്രമേഹത്തിന് പാൻക്രിയാസിനെ ശക്തിപ്പെടുത്തുന്നു. വിറ്റാമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റും ഒക്കെ നമ്മുടെ ഈ പ്രോഡക്റ്റിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാരണം കടൽ പായലുകളിൽ നിന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം കടൽ പായലുകളിലൊക്കെ ഹൈലി വിറ്റാമിൻസ് മിനറൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ സ്പൈറുലീന എന്ന് കേട്ടില്ലേ, സ്പൈറുലീന അതൊക്കെ കടൽ പായലാണ്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റാമിൻസ് മിനറൽസ് അല്ലേ. ഇപ്പൊ സ്പേസിലേക്ക് പോകുന്ന ആൾക്കാർ അത് മാത്രം കഴിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള പായലുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അധികം ആന്റി ഓക്സിഡന്റും വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന എല്ലാത്തിനും പറ്റും. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ പാൻക്രിയാസിന്റെ ബീറ്റ സെൽസിനെ റീജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത് നമുക്ക് തരുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ അലോപ്പതി മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ അത് ഇൻസുലിൻ നമുക്ക് തരുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ ഗുളിക കഴിക്കുകയാണെങ്കിൽ അത് ഇൻസുലിൻ ബ്ലഡിലേക്ക് തരുന്നത്. അത് കഴിഞ്ഞ് പറ്റാതെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, ഈ ഇൻസുലിൻ ഇൻജക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഗുളിക പറ്റാതെ. കാരണം ഗുളിക കഴിക്കുമ്പോൾ ആമാശയത്തിൽ ചെന്ന് അതിലെ പകുതിയൊക്കെ ബ്ലഡിലേക്ക് പോകുള്ളൂ, ബാക്കിയൊക്കെ വേസ്റ്റ് ആയി പോകും. പക്ഷെ അങ്ങനെ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഡയറക്റ്റ് ആയിട്ട് ഇൻസുലിൻ ഇൻജക്ട് ചെയ്യുന്ന ബ്ലഡിലേക്ക്. അത് അവസാനം ഭാഗങ്ങൾക്ക് എത്തിയെന്ന് അർത്ഥം. കാരണം പിന്നെ പാൻക്രിയാസിന് പണിയില്ലല്ലോ, ഈ ഭക്ഷണം കഴിക്കുന്നു, അതിന് വേണ്ട ഇൻസുലിൻ ഡയറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലഡിലേക്ക് എത്തുകയാണ്. അങ്ങനെ പാൻക്രിയാസിന് ശ്രദ്ധ പോകുന്നില്ല, പാൻക്രിയാസിന് കാലക്രമേണ ക്ഷതം സംഭവിച്ച് പ്രശ്നം വരികയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ ചെയ്യുന്നത്, പാൻക്രിയാസിനെ കറക്റ്റ് ആക്കി എടുക്കുക ചെയ്യുന്നത്. അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. 2 മഹത്തായ പ്രൊഡക്റ്റ് ഉണ്ട്, അതിലൊന്നാണ് നമ്മുടെ ഡയബറ്റ് റിലീഫ്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കഴിക്കേണ്ട രീതിയൊക്കെ 2 ക്യാപ്സൂൾ ആണ് ഒരു ദിവസം കഴിക്കേണ്ടത്. 2 ക്യാപ്സൂൾ കേട്ടോ. അത് രാവിലെ 1, വൈകുന്നേരം 1. ഭക്ഷണ ശേഷമായാലും കുഴപ്പമില്ല, ഭക്ഷണം മുമ്പായാലും കുഴപ്പമില്ല കേട്ടോ.
ഭക്ഷണ ശേഷമാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം, ഭക്ഷണം 1 മണിക്കൂറിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ. ഭക്ഷണത്തിന് മുമ്പാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ, അങ്ങനെ കഴിക്കാം നമുക്ക്. ഓക്കെ, നോ സൈഡ് എഫക്ട്, 100% നാച്ചുറൽ വെജിറ്റേറിയൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ശേഷം അടുത്തൊരു പ്രൊഡക്റ്റ് കൂടി പറയാം, അതൊരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഇത് അതിന് മുമ്പ് തന്നെ, ആ രണ്ടാമത്തെ പ്രൊഡക്റ്റ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിന്റെ ഒരു സിസ്റ്റം ഒന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ ഷുഗർ കണ്ടുപിടിക്കുന്നത്? സാധാരണ നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും അല്ലെ, ഷുഗർ എടുക്കും ഫാസ്റ്റിംഗില്. ഇപ്പോഴത്തെ സിസ്റ്റം പറഞ്ഞാൽ ഫാസ്റ്റിംഗിൽ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. ഫാസ്റ്റിംഗിൽ, അതായത് അത് രാവിലെ വെറും വയറ്റിൽ ചെക്ക് ചെയ്യാറുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞ് 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. ഈ 2 ടൈപ്പാണ് സാധാരണ നടന്നു വരുന്നത്. എന്നാൽ അതിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അപ്പോൾ ഉള്ള ആ ഷുഗറിന്റെ ആ റിസൾട്ട് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. മാത്രമല്ല, പല ആൾക്കാരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ. അതായത് രാവിലെ വെറും വയറ്റിൽ ഷുഗർ ചെക്ക് ചെയ്യുന്ന ദിവസമാണ്, നാളെ ഷുഗർ ചെക്ക് ചെയ്യുന്നത്, ഇന്ന് എന്ത് ചെയ്യും, വളരെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കൺട്രോൾ ചെയ്ത് കിടന്നുറങ്ങും. നേരം കൊടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അത്ര റിസൾട്ട് കാണിക്കും. ചിലപ്പോൾ സാധാരണ 170 ഫാസ്റ്റിങ്ങിലുള്ളതാണെങ്കിൽ ഒരു 140 കാണിച്ചാലോ കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അത് തലേദിവസം ഭക്ഷണം കുറച്ച് കഴിഞ്ഞ് കിടന്നിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ നമ്മൾ പോകണം, എന്നിട്ട് വേണം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ചെക്ക് ചെയ്യുന്ന ദിവസം മാത്രം നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ പിന്നെ മാത്രമല്ല, ആ സമയത്തുള്ള ആ റിസൾട്ട് മാത്രം നമുക്ക് ഇടുന്നത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ പോലും നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ വേരിയേഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ പ്രസന്റില് ഒരുവിധം ഡോക്ടേഴ്സ് എല്ലാവരും, ആരോഗ്യ സംഘടനയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് HbA1c ടെസ്റ്റ്. HB ടെസ്റ്റ്, സോറി, എച്ച് ആണെങ്കിൽ 5.7 എന്ന ഒരു റേഷ്യോ ആണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് ഷുഗർ നോർമലാണെന്ന് അർത്ഥം. 5.7 ഷുഗർ നോർമലാണ്. ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, HbA1c ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ. അല്ല, നമുക്ക് അതൊരു 5.8 6.4 വരെ കാണിക്കുകയാണെങ്കിൽ, അതായത് 5.7 കൂടുതൽ ഒരു 6.1 ആ റേഞ്ചിൽ കാണിക്കുകയാണെങ്കിൽ ഷുഗർ തുടങ്ങി എന്നർത്ഥം. ഡേഞ്ചർ ആണെന്നല്ല പറഞ്ഞിട്ടാ, ഷുഗർ തുടങ്ങി, വലിയ കുഴപ്പമില്ല, ഷുഗർ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. 6.5 മുകളിലേക്ക്, 6.5 മുകളിലേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം വന്നു എന്നർത്ഥം. ഓക്കെ, 7, 8, 9, 10 ആൾക്കാരുണ്ട് ഷുഗർ വന്നു നടക്കാം. പിന്നെ നമുക്ക് നോക്കാം, ഇപ്പൊ നമ്മൾ ഓൾറെഡി ലാബിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് നടത്തണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, 3 മാസമുള്ള ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മറ്റേ ലാബിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഷുഗർ 240 കാണിച്ചെന്ന് വിചാരിക്കുക. 240 റിസൾട്ടിൽ കാണിക്കുന്നത്. അതിനർത്ഥം HbA1c 9 ആ റേഞ്ചിലായെന്നർത്ഥം. നല്ല ഷുഗറാണ്. ഓക്കെ, ഇനി അതല്ല 8 കാണിക്കുന്നത്, 8 ആ റേഞ്ചിൽ, 7.58 ആ റേഞ്ചിൽ കാണിക്കണമെങ്കിൽ 200 ആ ലെവല് നമുക്ക് ഷുഗറിന് അർത്ഥം. ഇനി അതല്ല 7 ആ റേഞ്ച് കാണിക്കുക, 165 ഇങ്ങനെ കാണിക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. HbA1cയിൽ 6 നമുക്ക് പേടിക്കാനില്ല, അതിന് താഴേക്കാണ് നമുക്ക്. അപ്പൊ 3 മാസം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൂടി പറയാണ്ട്, മേഘമുക്ത ചൂർണം, നമ്മുടെ ഡയബറ്റ് റിലീഫും ഈ മേഘമുക്ത ചൂർണം ഒരുമിച്ച് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് നമ്മുടെ ഷുഗർ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരും. നമ്മുടെ പാൻക്രിയാസിനെ നമുക്ക് ശക്തിപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം ഐഡിയ, നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷൻ ഒന്നുകൂടി സംസാരിക്കാം. അതിന് അടുത്തൊരു പ്രൊഡക്റ്റ് കൂടി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതിന്റെ പേരാണ് മേഘമുക്ത ചൂർണം എന്ന് പറയും. മേഘമുക്ത ചൂർണം അടുത്ത പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് മറ്റേത് ക്യാപ്സ്യൂൾ രൂപത്തിലാണെങ്കിൽ ഇത് പൗഡർ ടൈപ്പ് ആണ് കേട്ടോ. ഇത് പൗഡർ ടൈപ്പ് ആണ്. ഇതും വർഷങ്ങളായിട്ട് ഒരു പ്രമുഖ കമ്പനി മറ്റേ ഇന്ത്യ ഒട്ടാകെ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിക്ക് ഭാഗ്യവശാൽ നമ്മുടെ കമ്പനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റി. നമ്മുടെ കമ്പനിയോട് നമുക്കത് ലഭിക്കുകയാണ്, നമ്മുടെ ഭാഗ്യമാണത്. ഓക്കെ, അത്ര റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മേഘമുക്ത ചൂർണം. അപ്പോൾ ഇതിലെ ചേരുവകൾ നോക്കാം. മഞ്ഞൾ, നെല്ലിക്ക,
തേറ്റാമ്പരൽ, ചെത്തി, പച്ചോറ്റി, ഏകനായകം, ചെറുളം, മുരുക്ക്, അമ്പഴം, രാമച്ചം, വേങ്ങാകാതൽ, ഇതിലൊക്കെ പ്രമേഹം അതായത് പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ ഡയബറ്റ് റിലീഫ് നമുക്ക് കടൽ പായലുകളിൽ നിന്നാണെങ്കിൽ ഇത് നമുക്ക് ആയുർവേദ മൂലികളിൽ നിന്ന് എടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമുക്കൊന്ന് വ്യക്തമായി നോക്കാം. കാരണം അതിലൊരു മഞ്ഞൾ എഴുതിയിട്ടല്ലേ. മഞ്ഞൾ നമുക്കറിയാം അല്ലെ, പല ആൾക്കാരും പറയാറുണ്ട് മഞ്ഞള് പച്ചമഞ്ഞൾ അരച്ച് കഴിക്കാനൊക്കെ പറയാറുണ്ട്, വെള്ളം ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ പറയാറുണ്ട്, പ്രമേഹത്തിന് ഹൈ റിസൾട്ട് ആണ്. ഇതില് നമുക്ക് വന്നിട്ടുള്ളത് ആ മഞ്ഞളിന്റെ എക്സ്ട്രാക്റ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. കുരുമുളക്, കുർക്കുമിൻ എന്നൊക്കെ കേട്ടില്ലേ, എക്സ്ട്രാക്റ്റ് ആണ് നമ്മുടെ ഈ മേഘമുക്ത ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് പ്രമേഹത്തിന് വളരെ ഫലപ്രദമാണ് ഈ മഞ്ഞൾ. നമുക്കറിയാം അവര് രോഗപ്രതിരോധ ശേഷിക്ക് വർദ്ധിപ്പിക്കും. നമ്മുടെ ഇപ്പൊ ക്യാൻസർ കോശങ്ങളൊക്കെ ചെറുക്കാനൊക്കെ നമ്മൾ ഈ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ടല്ലോ, കുർക്കുമിൻ. അപ്പൊ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ധാരാളം ആന്റി ഓക്സിഡന്റ് ഈ മഞ്ഞളിലുണ്ട്, കുർക്കുമീനിലുണ്ട്. ഓക്കെ, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. കാരണം പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ചിലപ്പോൾ ഹൃദയത്തിനെയൊക്കെ ബാധിക്കാം. പ്രമേഹം വന്നു കഴിഞ്ഞാൽ പാൻക്രിയാസിനെ മാത്രമല്ല കേട്ടോ, അത് കൂടിക്കൊണ്ടിരിക്കുന്നതും ഹൃദയത്തിനെയും കിഡ്നിയെയും ലിവറിനെയും വയറില് മലബന്ധം, കുറേ ആരോഗ്യ ബ്രെയിൻ ഫങ്ഷൻ, ന്യൂറോ കോൺഷനുകളുടെ സ്റ്റിമുലേഷൻ നഷ്ടപ്പെടുക, അങ്ങനെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാറും. സന്ധിവാദം, ജോയിന്റിൽ വേദനയൊക്കെ പ്രമേഹത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ പ്രമേഹം കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമ്മുടെ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള മറ്റുള്ള അവയവങ്ങളുടെ ക്ഷതങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. എൻ്റയർ എനർജിയിലേക്കാണ് നമ്മൾ ഈ വരാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റിലൂടെ. ഓക്കെ, അപ്പോൾ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. ഹൃദ്രോഗ സാധ്യത തലച്ചോറിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നു. സന്ധിവേദന, അൾഷിമേഴ്സ്, വിഷാദ രോഗം ഇവയ്ക്കൊക്കെ ഫലപ്രദമാണ്. കാരണം അൾഷിമേഴ്സ് പറഞ്ഞാൽ ബ്രെയിൻ ഫംഗ്ഷൻ, നാഡീകോശങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ ബ്രെയിൻ ഫംഗ്ഷൻ ഒക്കെ കറക്റ്റാക്കി മഞ്ഞളിന്റെ കുറുക്കുമിന് അതിനൊക്കെ ഉപകാരം ദഹനത്തിനും നല്ലതാണ്. പിന്നെ വരുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക പ്രമേഹത്തിന് നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണല്ലോ. നെല്ലിക്ക ധാരാളം ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രമേഹത്തിന് നമുക്ക് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഹൃദയാരോഗ്യം മെച്ചപ്പെടും. എല്ലാ തരത്തിലുള്ള വിറ്റാമിൻസും മിനറൽസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രമേഹം വന്ന ആൾക്കാർക്ക് ഇതിലൊക്കെ ഒബ്സർവേഷൻ കുറവാണെങ്കിൽ അതിലെല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഈ പ്രൊഡക്റ്റിലുണ്ട്. അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. മൂത്ര തടസ്സമൊക്കെ നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കും. ഓക്കെ, അങ്ങനെ. പിന്നെ വരുന്നത് തേറ്റാമ്പരലാണ്. തേറ്റാമ്പരൽ, ഈ തേറ്റാമ്പരലില് നമുക്ക് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും സൂപ്പറാണ്. കണ്ണിന് ഞാൻ പറഞ്ഞില്ലേ, കണ്ണിലേക്കുള്ള ഞരമ്പുകളാണ് ഏറ്റവും ചെറുത്. അപ്പൊ അവിടേക്ക് ബ്ലഡ് എത്തിക്കാൻ അത്ര ബുദ്ധിമുട്ടാവും പ്രമേഹമുള്ള ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ധിവേദ, ആസിഡിറ്റി, വയറിൽ ദഹനക്കുറവാക്കി ഈ പുളിച്ചുതേട്ടില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, നെഞ്ചരിച്ചിലൊക്കെ പ്രമേഹം വന്നു കഴിഞ്ഞാൽ സാധാരണ വരാറുണ്ട്. അതിനൊക്കെ നമുക്ക് റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഈ പ്രൊഡക്റ്റ്. മൂത്രച്ചൂട്, മൂത്ര തടസ്സം ഇവയ്ക്കൊക്കെ നല്ലതാണ്. ഓക്കെ, അതുപോലെ പിന്നെ അടുത്താണ് ഏകനായകം എന്ന് പറയുന്നത്. ഏകനായകം പ്രമേഹത്തിന് നല്ലതാണ്. അതുപോലെ രക്തം ശുദ്ധീകരിക്കും. ചർമ്മരോഗത്തിനൊക്കെ ഹൈ റിസൾട്ടാണ്. സന്ധിവേദന കുറയ്ക്കുന്നു, കൊഴുപ്പ് കുറയ്ക്കുന്നു, BP കുറയ്ക്കുന്നു, വിഷമാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യും. നമ്മുടെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഫ്രീ റാഡിക്കൽസിനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപകരിക്കും. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ് ചെറുള. ചെറുള നിങ്ങൾക്ക് അല്ലേ, സോറി, ചെറുള കേട്ടോ. ഓക്കെ, ചെറുള. ഈ ചെറുള മറ്റേ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. ഫ്രീ റാഡിക്കൽസിനൊക്കെ പുറന്തള്ളി ശരീരത്തിന്റെ ഒന്ന് ശുദ്ധീകരിക്കാനും ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആക്കാനും രക്തചംക്രമണം എല്ലാം സ്പീഡപ്പ് ആക്കാനൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട്. മൂത്രാശയ രോഗങ്ങളൊക്കെ തടയും. വൃക്ക രോഗങ്ങൾക്കൊക്കെ നല്ല റിസൾട്ടാണ്. വൃക്ക രോഗങ്ങളെ തടയാനൊക്കെ നല്ല റിസൾട്ടാണ്. രക്തസ്രാവം, ക്രീമശല്യം, മൂത്രക്കല്ല് ഇതിനൊക്കെ സൂപ്പറാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഓക്കെ, പിന്നെ അമ്പഴങ്ങ വരുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ. അമ്പഴങ്ങ അത് വിറ്റാമിൻ എയും സിയും, അന്നജം അല്ലെ, കാൽസ്യം, വിറ്റാമിൻസും മിനറൽസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാഴ്ചശക്തിക്ക് അതും സൂപ്പറാണ്. ദഹനം, ചർമ്മരോഗങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം ഇവയ്ക്കൊക്കെ പ്രധാനമാണ് നമ്മുടെ ചെറുള. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ഇത് കേട്ടില്ലേ, വേങ്ങാക്കാതൽ എന്ന് കേട്ടില്ലേ, വേങ്ങാക്കാതൽ. ഇത് പ്രമേഹത്തിന്, അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾക്ക്, രക്തസ്രാവം എനിക്കൊക്കെ റിസൾട്ടാണ് കേട്ടോ. പിന്നെ വിരശല്യം, ഈ വീക്കം, നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയില്ലേ, നീരുകെട്ടില്, അതിനൊക്കെ റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ പ്രമേഹം വന്നു കഴിഞ്ഞാൽ പാൻക്രിയാസിന് മാത്രമല്ല അതിനോടനുബന്ധിച്ച് മറ്റുള്ള ഓർഗൻസിനെ എല്ലാം ശക്തിപ്പെടുത്തി എൻ്റെ എനർജിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടുന്നുണ്ട്. ഓക്കെ, നേത്രരോഗങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഹൈലി റിസൾട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ മേഘമുക്ത ചൂർണം. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കിയ ശേഷം കഴിച്ചു തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HbA1c ടെസ്റ്റ് നമ്മൾ ചെയ്യണം. HbA1c ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിച്ചു തുടങ്ങണം. അപ്പൊ നമ്മുടെ ഡയബറ്റിക് കെയർ, നമ്മുടെ ക്യാപ്സ്യൂൾ നമ്മൾ രാവിലെയും ഒരെണ്ണം വൈകുന്നേരം ഒരെണ്ണം വെച്ച് കഴിക്കണം. അതിനുശേഷം നമ്മളുടെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ, അത് പൊടിയാണ് കേട്ടോ, അപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിലെടുക്കുക. അതായത് ഒറ്റയ്ക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, തിളപ്പിച്ചാറിയ വെള്ളം, അത് ഇളം ചൂടുണ്ടാവണം. ഓക്കെ, അതിൽ നമ്മൾ ഒരു സ്പൂൺ ഇടുക. എന്നിട്ട് ഇനി അതല്ല നിങ്ങൾക്ക് ആട്ടിൻപാല് കിട്ടാനുണ്ടെങ്കിൽ ഡബിൾ റിസൾട്ട് ആണ് കേട്ടോ. കാരണം പെട്ടെന്ന് നമ്മുടെ എല്ലാ കോശങ്ങളിലേക്ക് മറ്റേ അത് എത്തിക്കാൻ, ഈ പ്രത്യേകിച്ചും പാങ്ക്രിയാസിലെ ബീറ്റ കോശങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ആട്ടിൻപാലിന് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആട്ടിൻപാലിന്റെ ഒന്നൊരു സൂപ്പറാണ്. ഇത് കിട്ടാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇളം ചൂടുവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക. ഓക്കെ, അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഡയബറ്റിക് റിലീഫ് ക്യാപ്സ്യൂള് ഭക്ഷണ ശേഷമാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം കഴിക്കുക. 1 മണിക്കൂറിന് മുമ്പ് നമ്മുടെ മേഘമുക്ത ചൂർണവും കഴിക്കുക. ഇത് രണ്ടും ഒരുമിച്ച് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഒക്കെ നമ്മൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, 3 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കണം. 3 മാസം അത് നമ്മൾ അത് ഗ്യാപ്പ് വരാൻ പാടില്ല. അതിനാണ് നമ്മുടെ കമ്പനി, ഞാൻ നേരത്തെ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചില്ലേ, നമുക്കൊരു കിറ്റ് തന്നിട്ടുള്ളത്, ഡയബറ്റിക് എസെൻഷ്യൽ കിറ്റ്. അതിൽ 3 ഡയബറ്റ് റിലീഫ് ക്യാപ്സൂൾ ഉണ്ടാവും, 3 എണ്ണം. അപ്പൊ ഒരു ബോട്ടില് 60 ക്യാപ്സൂൾ ആണ് വരുന്നത്. ഒരു ബോട്ടിലില് 60 ക്യാപ്സൂൾ വരുന്നുണ്ട്. അപ്പോൾ 30 ദിവസത്തേക്ക് മതി അല്ലെ, 30 ദിവസത്തേക്ക് ഒരു ബോട്ടിൽ മതി. ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം കഴിക്കുന്നു. അങ്ങനെ 3 ബോട്ടില് നമ്മളുടെ ആ കിറ്റിൽ ഉണ്ടാവും. ഓക്കെ, 3 ബോട്ടില്. ഇനിയിപ്പോ ഒരെണ്ണം കഴിഞ്ഞു, കമ്പനിയിൽ ഷോർട്ട് വന്നു, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ 2 ദിവസം വൈകി, അപ്പൊ ആ കോഴ്സിന്റെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് അതിനു വേണ്ടിയിട്ട് കമ്പനി ഇങ്ങനെ ഒരു കിറ്റ് ഇറക്കിയിട്ടുള്ളത് നമുക്ക് ഭയങ്കര ലാഭത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ 3 ബോട്ടിൽ അതിലുണ്ട്. അപ്പൊ നമുക്ക് 150 ക്യാപ്സൂൾ ഉണ്ട്. അത് 90 ദിവസത്തേക്ക് കറക്റ്റ് ആണ്. അതേപോലെ തന്നെ മേഘമുക്ത ചൂർണം 2 എണ്ണം ഉണ്ട്. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു കോഴ്സിൽ നമുക്ക് തരുന്നത് 4990 നമുക്ക് ഒരു ഏകദേശം ഒരു 16,000 മുകളിൽ വില വരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് അത്തരം വില കുറഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടുകയാണ്. അപ്പൊ ഇത് നമ്മൾ എടുത്തു വെക്കുക. നമ്മൾ 3 മാസം HbA1c ടെസ്റ്റ് ചെയ്ത ശേഷം 3 മാസം കഴിക്കുക. ഓക്കെ, ഒരു 3 മണ്ഡലകാലം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ 3 മാസം കറക്റ്റ് കഴിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഷുഗർ കൺട്രോളിലേക്ക് കൊണ്ടുവരാം, പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്താൻ പറ്റും. ഇതിന് കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. നമുക്ക് ഹൈലി റിസൾട്ട് കിട്ടണമെങ്കിൽ, ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രക്രിയ, ഒരു ഘടന നോക്കുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാ ഭക്ഷണവും തോന്നിയ പോലെ കഴിച്ച് നമ്മൾ ഒരു എക്സസൈസ് ഒന്നുമില്ലാതെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ചിലപ്പോൾ പറഞ്ഞ പോലെ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ പ്രൊഡക്റ്റ് കഴിക്കുന്നത് നമ്മളെ പാങ്ക്രിയാസിനെ ശക്തിപ്പെടുത്താം. പക്ഷെ അതിലും ഡേഞ്ചറസ് ഫുഡും മറ്റുള്ള ദിനചര്യകൾ നടത്തുകയാണെങ്കിൽ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടി ചിലപ്പോൾ ഒരു കോഴ്സ് കൂടെ വേണ്ടി വരും. കാരണം വീണ്ടും ഒരു 90 ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതല്ല, നമുക്ക് 90 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ 2 പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ഹൈലി റിസൾട്ട്, നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് നമുക്ക് പോവാം. ചിലപ്പോൾ ഡോക്ടർമാർ തന്നെ പറയും ഗുളിക നിർത്തിക്കോളാൻ അല്ലെങ്കിൽ കുറച്ചോളാനെ പറയും. ഡോക്ടർമാർ തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിന്റെ കൂടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിലും കുറച്ച് കൺട്രോൾ വരുത്തേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ തോന്നിയ പോലെ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, കിഡ്നിക്ക് പറ്റണില്ല, കിഡ്നിക്ക് ലോഡ് താങ്ങാൻ പറ്റണില്ല, അല്ലെങ്കിൽ പാങ്ക്രിയാസിന് ഇൻസുലിൻ തരാൻ പറ്റുന്നില്ല, രക്തം അശുദ്ധമായിരുന്നു, അങ്ങനെ പാങ്ക്രിയാസിലേക്ക് എത്തുന്ന മറ്റേ ബ്ലഡ് കറക്റ്റായി വരുന്നത്, അങ്ങനെയാണ് പാങ്ക്രിയാസിന്റെ ബീറ്റ കോശങ്ങൾ നശിച്ചു പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ വരുത്തണം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ശരിക്കും നമ്മുടെ കംഫർട്ട് സോൺ വിട്ടു വരാൻ ആർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഫുഡ് കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് ഹൈലി ഈ 90 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഴയ പോലെ ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം മധുരം ഒഴിവാക്കുക എന്നുള്ളതാണ്.
പ്രമേഹം വന്ന ആൾക്കാർ പഞ്ചസാര വലിയൊരു വില്ലനാണ്. നമുക്കറിയാം കരിമ്പിനെ എക്സ്ട്രാക്ട് എടുത്ത് കരിമ്പിനെ ജ്യൂസ് ആക്കി അതിന്റെ എക്സ്ട്രാക്ട് ഒക്കെ എടുത്ത് മാറ്റി കുറെ കെമിക്കൽ ഒക്കെ ചേർത്തിട്ട് വരുന്ന വെള്ള ക്രിസ്റ്റലാണ് പഞ്ചസാര. അതിലൊന്നുമില്ല. കുറെ വെളുത്ത വിഷം എന്നൊക്കെയല്ലേ പണ്ട് പറയാറ്. ഇനി പഞ്ചസാര അപ്പൊ നമ്മൾ പറയാമോ ശരി ചായയിൽ പഞ്ചസാര വേണ്ട, കാപ്പിയിൽ പഞ്ചസാര വേണ്ട, അങ്ങനെ ചിന്തിക്കും. പക്ഷേ മറ്റുള്ള മധുരങ്ങളും ഇതിലും വലിയ ഡേഞ്ചറസ് ആണ്. മറ്റുള്ള മധുരങ്ങൾ ഇപ്പൊ ഞങ്ങൾ ബേക്കറി ഐറ്റംസ് കഴിക്കില്ലേ, ലഡു, ജിലേബി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ബ്രെഡ്, അങ്ങനെ കുറെ ഐറ്റംസ് വരുന്നില്ലേ. അതിലൊക്കെ ഹോട്ടലിൽ കുറെ ഭക്ഷണം കിട്ടും. ഇതിലൊക്കെ മധുരം അടങ്ങിയിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ആണ്. അതായത് ഒറിജിനൽ പഞ്ചസാരയല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ട് ചേർത്തിട്ടുള്ളതാണ്. ഇങ്ങനല്ലേ ഹൈ ഫ്രാക്ടോ കോൺ സിറപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, സാക്കറി എന്ന് കേട്ടിട്ടില്ലേ. ഇതൊക്കെ ഷുഗറിനെ സാധാരണ പഞ്ചസാരയൊക്കെ 300-400 ഇരട്ടി മധുരം തരുന്ന കണ്ടൻസ് ആണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് ഹെവി ഡേഞ്ചറസ് ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പാക്കറ്റ് ഫുഡൊക്കെ നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ ചേർത്തിട്ടുള്ള മധുരം വരുന്ന ഫുഡ് കൂടി നമ്മളൊന്ന് ഒഴിവാക്കുക നല്ലത്. കാരണം പ്രമേഹം വന്ന് വില്ലനായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വലിയ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മളൊന്ന് കുറയ്ക്കാൻ തയ്യാറാവണം. കുറയ്ക്കല്ല ഞാൻ പറയണത്, ഇതൊന്ന് ഒഴിവാക്കിയേക്കുക. പണ്ട് കാലത്തെ ആൾക്കാർ ജീവിച്ച പോലെ മതിലാണ് എല്ലാവർക്കും ജീവിച്ചിരുന്നത്. അതുപോലെ നമ്മളൊന്ന് മാറാൻ തയ്യാറുക. പ്രമേഹത്തിന് നമുക്കൊരു കൺട്രോൾ വരുത്താൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, ഈ പാക്കറ്റ് ഫുഡ്, ടിൻ ഫുഡ്, അങ്ങനെ കുറെ ഈ പ്രിസർവേറ്റീവ്സ് ചെറിയ കുറെ ഫുഡ് കിട്ടും. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ അരി ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കണ്ടെന്ന് പറയണില്ല. പക്ഷെ അതൊക്കെ ഈ തവിടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അല്ലെ അത് കഴിക്കുക. തവിടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. അതായത് ഇപ്പൊ ചോറ് കഴിക്കുകയാണെങ്കിൽ തവിടുള്ള ചോറ് കഴിക്കുക. നല്ലതല്ലേ? കാരണം ഇപ്പൊ നമുക്ക് കിട്ടുട്ടോ ഡയബറ്റ് റൈസ് കൊണ്ട് അരിയൊക്കെ കിട്ടാനുണ്ട്. കുറച്ച് വില കൂടുതലാണെങ്കിലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ശരിക്കും പാൻക്രിയാസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഉപകരിക്കണമെങ്കിൽ ഭക്ഷണത്തിലൂടെ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയേ തീരൂ. ഓക്കെ, അപ്പൊ തവിടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക. കുത്തരിയില് തവിടുള്ള കുത്തരി കിട്ടും, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളപ്പുട്ട്, വെള്ളരി പുട്ട്, വെള്ളരി കൊണ്ടല്ലേ ദോശ, ഇഡ്ഡലി, അതൊക്കെ ഒന്ന് കഴിക്കണ്ടെന്ന് പറയില്ല, മാക്സിമം ക്വാണ്ടിറ്റി കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിസൾട്ട് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയാണ്ട് പ്രമേഹം കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്ന്. അതൊരു തെറ്റായ രീതിയാണെന്ന് ഞാൻ പറയുന്നത്. ഫ്രൂട്ട്സ് നല്ലതാണ്, കാരണം ഫ്രൂട്ട്സിലെ മധുരം നാച്ചുറലാണ്, മറ്റേതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഫ്രൂട്ട്സിലെ മധുരമൊക്കെ നാച്ചുറൽ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ആപ്പിള് നല്ലതാണ്, പ്രത്യേകിച്ചും ഗ്രീൻ ആപ്പിളില് ഷുഗർ ഉണ്ട്. ഒരു 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 കപ്പ് ആപ്പിൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഏകദേശം 20-25 ഗ്രാം മധുരം വരാറുണ്ട്. പക്ഷെ ഗ്രീൻ ആപ്പിളില് 15-12 ആ റേഞ്ചുള്ളൂ, 10% ഉള്ളൂ ഒരു കപ്പില് ഷുഗർ. അപ്പൊ അത് നാച്ചുറൽ ആണ് കേട്ടോ. നാച്ചുറൽ ആകുമ്പോൾ എന്താ പറയാ, ഷുഗർ ബ്ലഡിൽ വന്നാലും അത് നാച്ചുറൽ ആയിട്ട് പൊക്കോളും. പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, കഴിക്കണം. ഗ്രീൻ ആപ്പിള് എന്തായാലും നമുക്കൊരു ദിവസം ഒരു ആപ്പിൾ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് പേരയ്ക്ക, അതിൽ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് കേട്ടിട്ടില്ലേ, അതിന്റെ മധുരത്തിന്റെ അളവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പൊ ഗ്രീൻ ആപ്പിള്, പേരയ്ക്ക, അതുപോലെ ഓറഞ്ച് കുഴപ്പമില്ല, ഓറഞ്ച് കഴിക്കാം. അതുപോലെ അവാക്കാടാന്ന് കേട്ടിട്ടില്ലേ, അത് കഴിക്കാം. കിവി ഇത് കഴിക്കാം കേട്ടോ. പിന്നെ മറ്റേ നമ്മുടെ ഈ പപ്പായ പറഞ്ഞാൽ മധുരം കുറഞ്ഞില്ല, നന്നായി പഴുക്കാത്ത പപ്പായ, ഒരു ഇളം മധുരമുള്ള പപ്പായ നല്ലതാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ അധികം പഴുക്കാത്തതൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പൈനാപ്പിള്, മാങ്ങാപ്പഴം, ചക്കപ്പഴം, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരു കപ്പില് 50 ഗ്രാം ഒക്കെയാണ് അതിലെ മധുരം അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ മാക്സിമം കഴിക്കണം, അതിനെ കുറച്ചു കൊണ്ടുവരിക. പിന്നെ മാത്രമല്ല, ഈ വെയിൽ കൊള്ളാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് വിറ്റാമിൻ ഡി എന്ന് കേട്ടിട്ടില്ലേ. അതൊക്കെ കിട്ടാൻ നമുക്ക് വെയിൽ ഒരു 11 മണിക്ക് ശേഷമുള്ള വെയിലൊക്കെ നിങ്ങൾക്ക് കൊള്ളാൻ പറ്റുകയാണെങ്കിൽ, വീട്ടിലിരിക്കുന്നവർക്ക് കൊള്ളാൻ പറ്റും, ജോലിക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സപ്ലിമെന്റ് ഒക്കെ എടുക്കേണ്ടി വരും. വിറ്റാമിൻ ഡി നമ്മുടെ പ്രൊഡക്റ്റിൽ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വെയിലൂടെ ഒന്ന് കൊള്ളുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് കൂടും. പ്രത്യേകിച്ച് നമ്മുടെ മസിലുകൾ സ്ട്രെങ്തൻ ആയി കഴിഞ്ഞാൽ പാൻക്രിയാസിനെ ബലപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ചും ഈ കാലില്ലേ, നമ്മുടെ കാൽപാദം, മറ്റേ മുട്ടിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് തൊടഭാഗം,
തൊടഭാഗം, ഇതൊക്കെ ഒന്ന് അവിടുത്തെ മസിൽ ഒന്ന് ബലപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കെലട്ടർ മസിൽ എന്ന് പറയും, സ്കെലട്ടർ മസിൽ, അത് കാലിന്റെ തൊടയിലും കാലിന്റെ അടിഭാഗമൊക്കെയാണ്, ഈ ഭാഗമാണ് കാൽ മൊത്തം. ഓക്കെ, അത് കാലിന് എക്സസൈസ് ചെയ്യാന്ന് പറയില്ലേ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പറയാൻ സമയമില്ല, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, കാലിന്റെ എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്യാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നിർബന്ധിക്കല്ല, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്കെലട്ടർ മസിൽ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന സിസ്റ്റത്തിലൊക്കെ വളരെയധികം മസിലേക്ക് ഏറ്റവും കൂടുതൽ എനർജി പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് പാങ്ക്രിയാസിനൊക്കെ സ്ട്രെങ്തും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എക്സസൈസ് ഏറ്റവും നല്ലതാണ്, നടത്തം മാത്രമല്ല കേട്ടോ, ഈ കാലിന്റെ മസിൽ ഒന്ന് സ്ട്രോങ് ആക്കുന്ന എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഹൈ റിസൾട്ട് ആണ്. ഈ പറയുന്ന ഭക്ഷണ രീതിയൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. പിന്നെ പ്രമേഹമുള്ള ആൾക്കാർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറക്കം. ഉറക്കം വലിയൊരു ഘടകമാണ്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഏകദേശം 60% ഉരുക്കി കളയുന്നത് ഉറക്കത്തിൽ നമ്മുടെ ശരീരം റിപ്പയറിംഗിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ആവശ്യമില്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഉരുക്കി കളയാൻ ഉറക്കം മസ്റ്റാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനൊക്കെ വെക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഉരുക്കി കളയാൻ ഏറ്റവും ബെസ്റ്റ് ഉറക്കം. നമ്മുടെ പ്രമേഹമുള്ള ആൾക്കാരൊക്കെ ഒരു 7 മണിക്കൂർ, 8 മണിക്കൂറാ പറയാറ്, 7 മണിക്കൂറെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ തയ്യാറാണെങ്കിൽ ഹൈലി റിസൾട്ടാണ്. ഓക്കെ, അങ്ങനെയും ചെയ്യുക. അതായത് 12-1 മണിക്ക് കിടക്കുന്ന പരിപാടി അല്ല കേട്ടോ, എന്നിട്ട് 8 മണിക്ക് 9 മണിക്ക് ഇരിക്കുന്ന പരിപാടി ഇല്ല. ഒരു 10-10:30 സമയത്തെങ്കിലും ഉറങ്ങാൻ നോക്കണം. അല്ലാണ്ട് മൊബൈലൊക്കെ നോക്കി വാട്സപ്പൊക്കെ നോക്കി 1 മണിക്ക് 2 മണിക്ക് കിടന്നിട്ട് കാര്യമില്ല, പിന്നെ 8 മണിക്ക് കിടന്നിട്ട് കാര്യമില്ല. ഒരു 10-10:30 മാക്സിമം പോയാൽ 11 മണി, അപ്പോഴത്തെ നമ്മൾ ഉറക്കം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ 8 മണി രാവിലെ, പിന്നെ അങ്ങനെ 7 മണിക്കൂർ കണ്ടിന്യൂസ് ഉറക്കം. പിന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഭക്ഷണത്തില്, ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞ ഒരു 7 മണിക്കൊക്കെ, പ്രമേഹമുള്ള ആൾക്കാരെ കാര്യം പറഞ്ഞ ഒരു 7 മണിക്കൊക്കെ നമ്മള് ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യുക. 7 മണിയാവും, വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് നിർത്തുക. ഞാൻ പറഞ്ഞ 7 മണി വൈകുന്നേരം സമയത്ത് ശരിക്കും അരി ഭക്ഷണത്തിന്റെ ആവശ്യമില്ല കേട്ടോ. കാർബോഹൈഡ്രേറ്റ് വേണം റിപ്പയറിങ്. ഞാൻ പറഞ്ഞില്ല 62-50% കാർബൺ, പക്ഷെ അത് ഉച്ചയ്ക്കും ആ സമയത്തുള്ള ഭക്ഷണത്തിലൊക്കെ ശരീരത്തിൽ ഉണ്ടാവും. വൈകുന്നേരം അരി ഭക്ഷണം ഇനി ബൈ ചാൻസ് കഴിക്കുകയാണെങ്കിൽ ഒരു പിടി, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 7 മണിക്കൊക്കെ അവസാനിപ്പിക്കുക. ഫ്രൂട്ട്സ് ആണ് വൈകുന്നേരം ഏറ്റവും നല്ലത്. കുക്കുംബറൊക്കെ അടിപൊളിയാണ് കേട്ടോ, കുക്കുംബറൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് കഴിച്ച് നമ്മള് ഒരു 10 മണിക്ക് എടുക്കുമ്പോൾ വയറ് കാലിയായിട്ടുണ്ടാവും, ആമാശം കാലിയായിട്ടുണ്ടാവും, ഫുള്ള് റെസ്റ്റ് കിട്ടും, ശരീരമൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യും. എന്നിട്ട് രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചു തുടങ്ങുക. അപ്പൊ ഒരു 13-14 മണിക്കൂറോളം നമുക്ക് ഗ്യാപ്പ് കിട്ടും, നമ്മുടെ ഭക്ഷണം കഴിക്കാത്തൊരു ഗ്യാപ്പ് കിട്ടും. അതും ഹൈലി റിസൾട്ടാണ്. ശരിക്കും 8 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം, 24 മണിക്കൂറിൽ 8 മണിക്കൂറൊക്കെയാണ് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പാടുള്ളതെന്ന് പറയാറ്. ബാക്കിയുള്ള 14 മണിക്കൂറും റെസ്റ്റ് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പൊ ഒരു 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് ഇറത്തിയാൽ രാവിലെ 8 മണിക്കാകുമ്പോൾ 13 മണിക്കൂർ ആ റേഞ്ച് കിട്ടുമെന്ന് മതി. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ എന്നും ചെയ്യണമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ശീലിക്കുകയാണെങ്കിൽ ഹൈലി റിസൾട്ടിൽ നമുക്ക് നമ്മുടെ പഴയ ആരോഗ്യത്തിലേക്ക്, ഇപ്പൊ ഷുഗർ വന്നു, ഹൃദയത്തിന് പ്രശ്നം, BP പ്രശ്നം, കാലിന് മരവിപ്പ്, ഇത് വേരിക്കോസ്, അങ്ങനെ എല്ലാ പ്രശ്നം വന്നിട്ട് ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഇത്തരത്തിൽ നിന്നാൽ മതി. നമ്മുടെ ഗ്രോമാറ്റ് തരുന്ന ഡയബറ്റിക് റിലീഫ് എന്ന പ്രൊഡക്റ്റും നമ്മുടെ മേഘമുക്ത ചൂർണവും നിങ്ങൾ കറക്റ്റായിട്ട് കഴിച്ചു പോവുകയാണെങ്കിൽ 90 ദിവസം നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടും, നിങ്ങളുടെ പാങ്ക്രിയാസ് സ്ട്രെങ്തൻ ആവും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ധാരാളം വെള്ളം കൂടി കുടിക്കണം. ഓക്കെ, നമ്മളെ കഴിക്കുന്ന 2 പ്രൊഡക്റ്റ് അമൂല്യമാണ്. ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യും, നമ്മുടെ ഫ്രീ റാഡിക്കൽസും ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ രക്തം 5-5.5 ലിറ്ററേ ഉള്ളൂ. അപ്പൊ അത് തിക്നെസ് കൂട്ടരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. 20 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 40 കിലോ വെയിറ്റ് ഉള്ള ആള് 2 ലിറ്റർ, 60 കിലോ വെയിറ്റ് ഉള്ള ആള് 3 ലിറ്റർ. അപ്പൊ ആ റേഞ്ചിൽ നമ്മൾ വെള്ളം കുടിക്കണം. ശരിക്കും നമ്മളിപ്പോ സാധാരണ നമ്മൾ 55-60 കിലോ, അപ്പൊ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ കുടിച്ചു തീർത്തിരിക്കണം. അപ്പോൾ നമുക്ക് റിസൾട്ട് ഒന്നുകൂടി കൂടും. അപ്പൊ നമ്മുടെ സമയം കറക്റ്റ് ആയിട്ട്, അപ്പൊ എന്തേലും ശരി, ഇതൊക്കെയാണ് ഇന്നത്തെ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ 4999 അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് 3 മാസം
HbA1c ടെസ്റ്റ് എടുത്ത് വെച്ച് 3 മാസം കഴിക്കാനുള്ള പ്രോഡക്റ്റ്, അത് ഡയബറ്റ് റിലീഫ് 3 ബോട്ടില്, മേഘമുക്ത ചൂർണം 2 ബോട്ടിൽ, അങ്ങനെ നമുക്ക് 5 ബോട്ടിൽ നമുക്ക് കിട്ടുകയാണ്. നമ്മള് കറക്റ്റ് ആയിട്ട് ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ, പ്രമേഹം വന്നിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ, അവർ പിന്നെ ആ സമയത്ത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എടുക്കാൻ ഫൈനാൻഷ്യൽ പ്രശ്നം വന്നു, അതുകൊണ്ട് ഈ രണ്ടാമത് എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ആദ്യത്തെ പ്രൊഡക്റ്റിന് വിലയില്ലാണ്ടായി പോകും. ആ ചെറിയ റിസൾട്ടല്ലേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ്. പക്ഷെ ഇത് ആ ഈ സമയത്ത് ഒറ്റയടിക്ക് ഈ 4999 എടുക്കുകയാണെങ്കിൽ അവർക്ക് 3 മാസം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് HbA1c ടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് അവരുടെ പാൻക്രിയാസ് ശക്തി തിരികെ കൊണ്ടുവരാം, അവർക്ക് എനർജിയിലേക്ക് എത്താൻ പറ്റും, എല്ലാ ഓർഗൻസും ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അവരോട് ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും ഈ 4999 ഒന്നിച്ചൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സിസ്റ്റം. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യുക. മാത്രമല്ല നമുക്ക് റെക്കമെൻഡേഷൻ ഹാബിറ്റ് എല്ലാവരും നമുക്കുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഷുഗർ ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരിലൊക്കെ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊരു വരദാനം പോലെ നിങ്ങളിത് കൊടുക്കുക, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുക. അതിലൂടെ കിട്ടുന്ന ഒരു ദൈവിക പുണ്യമുണ്ടല്ലോ, അത് വലുതാണ്. ഒപ്പം നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കൂടി കിട്ടുന്ന ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഗ്രോമാർട്ട് നമ്മുടെ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡയബറ്റിക് റിലീഫ് കിറ്റ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യം ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഹൈലി ഇത് പ്രൊമോട്ട് ചെയ്യുക. നല്ലൊരു ഹെൽത്തി ലൈഫ് നമുക്ക് കിട്ടണം. ഒപ്പം തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം കൂടി നൽകുന്ന ഒരു മഹത്തായ കമ്പനി തന്നെയാണ് നമ്മുടെ ഗ്രോമാർട്ട് മർക്കന്റൈൽ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ള ഒരു ലൈഫും ഫൈനാൻഷ്യൽ ഫ്രീഡവും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. അപ്പൊ ഇത്ര നേരം നമുക്ക് ട്രെയിനിങ് ചെയ്ത നമ്മളെ കുമാർ സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമുക്ക് ഡയബറ്റിക്കിനെ കുറിച്ച് നമ്മള് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നുള്ളൂ. ഇത് ട്രെയിനിങ് ക്ലാസ് ആയതുകൊണ്ട് മൊത്തം ഇതിന്റെ A to Z വരെയുള്ള ക്ലാസ് ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത് മേഹമുക്ത ചൂർണം എന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യത്യാസമാണ്. ഒന്ന് പിന്നെ നമ്മുടെ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ കടൽപ്പായലിന്റെ എക്സ്ട്രാക്ട് കൊണ്ട് ഉണ്ടാക്കണതും, അതുപോലെ തന്നെ മേഹമുക്ത ചൂർണം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ മഞ്ഞള്, അതായത് കുറുക്കുമീൻ കണ്ണ്, ആ സംഭവങ്ങൾ കൊണ്ട്, അതായത് പല എന്താ പറയാ നമ്മൾ ഓരോ ഇലകളും ചവിട്ടി ഒരുതി കളയുന്ന ഇലകൾ എന്ന് പറയില്ലേ, കയ്യിൽ കൂടെ ഒക്കെ കിട്ടുന്ന ഇലകളൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് അതൊക്കെയാണ് അതിൽ കൂടെ ഉള്ളത്. കാരണം അത് രണ്ട് വ്യത്യസ്തമായിട്ട് പോലും നമുക്ക് അതിന്റെ രണ്ടും ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ ഒരു ഇതും കൂടി നമുക്ക് സാറിന്ന് പറഞ്ഞു തന്നു. അപ്പൊ എന്തായാലും സാർ പറഞ്ഞു തന്ന ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സാർ പറഞ്ഞിരുന്നു, എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതി വെച്ചാൽ മാത്രം പോരാ, എല്ലാവരും അത് പിന്നെ മാക്സിമം എല്ലാരിലേക്കും എത്തിച്ചു കൊടുക്കുക നമുക്ക്. പിന്നെ വേറൊരു കാര്യം കൂടി സാർ പറഞ്ഞിട്ടുണ്ടായി, ഡയബറ്റിക് റിലീഫ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് HbA1c എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റും കൂടിയും ചെയ്തിട്ട് പിന്നെ വേണം അവർക്ക് അത് നമ്മളെ ഡയബറ്റിക് റിലീഫ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കാന്. പിന്നെ അത് കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്യണം. കാരണം ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കണം. എന്ത് നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. പിന്നെ അത് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടൊന്നും പിന്നെ കാര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെയുള്ളൂ നമ്മളെ കസ്റ്റമേഴ്സും അത് ഓക്കെ ആവുള്ളൂ. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മ ഹെൽത്തും വെൽത്തും വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്രോമാർട്ടിക്ക് വന്നത് പോലും. പിന്നെ ഹെൽത്ത് ഉണ്ടായാൽ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് വെൽത്തും ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ ഒരു സെക്ഷൻ ഇത്രയും നേരം നമുക്ക് ഇത് പറഞ്ഞു തന്ന സാറിന് ഒരുപാട് താങ്ക്സ്. എന്തായാലും ഇന്നത്തെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.